അഞ്ജലിന ജോളി എന്ന് പറയുന്ന ഹോളിവുഡ് ആക്ട്രസ്, ബ്രാഡ് പിറ്റിൻ്റെ പഴയ വൈഫ്, അവരുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതേ സംഗതി കൊണ്ടുവന്ന് കണ്ടുപിടിക്കപ്പെട്ടപ്പോഴാണ് അവരുടെ ഫാമിലി കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഷീ അണ്ടർവെൻ ഡബിൾ മാസ്റ്റക്ടമി എന്ന് പറഞ്ഞാൽ 2 സൈഡിലെയും ബ്രസ്റ്റ് അവർ സർജിക്കലി മാറ്റി റീകൺസ്ട്രക്ഷൻ ചെയ്ത് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തിട്ട് അവർ ജീവിക്കുന്നതിന് കാരണം. നമുക്കിങ്ങനെ വെറുതെ വീട്ടിൽ കുത്തിയിരുന്നുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് പണം കിട്ടുമെങ്കിൽ ഒരു സൈഡ് വെറുതെ കിടന്ന് ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഇപ്പോഴത്തെ മോഡേൺ ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ ന്യൂ ജനറേഷൻ സ്ത്രീകളുടെയൊക്കെ മനസ്സിലുള്ള ഒരു വലിയൊരു കോൺസെപ്റ്റ് അങ്ങനെയാണ്. ക്യാൻസറുകൾ ആരംഭിക്കുന്നത് എപ്പോഴും ഒരു ഇൻഫ്ലമേഷനിൽ കൂടെ ആയിരിക്കും. ലോകത്തിലുള്ള എല്ലാ അസുഖങ്ങളും ആരംഭിക്കുന്നത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൽ കൂടെയാണ്. അത് കോവിഡ് വരുന്നതോ ക്യാൻസർ വരുന്നതോ ഹാർട്ട് അറ്റാക്ക് വരുന്നതോ എല്ലാം അങ്ങനെ തന്നെയായിരിക്കും. മനുഷ്യനല്ലാതെ ലോകത്തിലെ ഒരു ആനിമലും ഇൻ ദ മമ്മേലിയൻ വേൾഡ് വിശപ്പില്ലാത്തപ്പം കഴിക്കാറില്ല. വെൽക്കം ടു അവർ ഹെൽത്ത് ടോക്ക്. ഇന്നത്തെ നമ്മളുടെ അതിഥി വളരെ റെപ്യൂട്ടഡും വൈബ്രൻറ്റുമായിരിക്കുന്ന ഡോക്ടർ തോമസ് വർഗീസാണ്. മെഡിക്കൽ ഡയറക്ടർ സെൻറ്റ് ജോസഫ് ട്രസ്റ്റ് ഹോസ്പിറ്റൽ മഞ്ഞുമൽ, അതുപോലെ തന്നെ ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റ് HOD ആയിരിക്കുന്ന ഡോക്ടർ തോമസ് വർഗീസിനെ ഹാർദവുമായിട്ട് ടോക്ക് ഷോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. വെൽക്കം ഡോക്ടർ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സ്ത്രീകളും ക്യാൻസറും എന്നുള്ളതാണ്. വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണല്ലോ. പലപ്പോഴും കാണുന്നത് ഇങ്ങനെ ഇപ്പോഴത്തെ ക്യാൻസർ പേഷ്യൻസിൻ്റെ ഒരു എണ്ണം എടുത്ത് നോക്കുമ്പോൾ ഈ സ്ത്രീകളെ ക്യാൻസർ തെരഞ്ഞു പിടിച്ച് എടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡോക്ടർക്ക് എന്താണ് അതിനകത്ത് പറയാനായിട്ടുള്ളത്? അതൊരു നല്ല ചോദ്യമാണ്, നല്ല ഒബ്സർവേഷനാണ്. ഇപ്പം ഞങ്ങളുടെ ക്ലിനിക്കുകളിലൊക്കെ ഉള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുമ്പോൾ ഒരു ദിവസം ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ലിസ്റ്റ് എടുത്താൽ പണ്ട് കാലത്ത് മജോറിറ്റി മെയിൽസ് ആയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറ്റം ഉണ്ടായിട്ട് ഫീമെയിൽസിൻ്റെ എണ്ണം ആയിരിക്കും മിക്കവാറും എല്ലാ ക്യാൻസർ ഹോസ്പിറ്റലുകളിലും കൂടുതലായിട്ട് കാണുന്നത്. അതൊരു റിവേഴ്സൽ ഓഫ് ട്രെൻഡാണ്. അപ്പം ഈ ചോദ്യത്തിനെ നമുക്ക് പല ആംഗിളിൽ മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടതായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് പണ്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന പല ക്യാൻസറുകളും ഹാബിച്വേഷൻ ഇല്ലാതെ തന്നെ സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് പല അവയവങ്ങളിലും ഉണ്ട്. പിന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പുരുഷനെന്നും സ്ത്രീയെന്നും വ്യത്യാസമായിട്ടുണ്ടാക്കി. അപ്പം സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായിട്ടുള്ള ജനൈറ്റൽ ഓർഗൻസ് വേറെ കൊടുത്തു, പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായി കൊടുത്തു. പക്ഷേ ഹോർമോണൽ ഇമ്പാക്റ്റ് നോക്കുമ്പോൾ സ്ത്രീകളിലാണ് എപ്പോഴും ഫ്ലക്ച്വേഷൻസ് വരുന്ന ഒരു ഹോർമോണൽ ബേസ് ഉള്ളത്. കാരണം അവരുടെ മെൻസ്ട്രുവേഷൻ ആരംഭിക്കുന്ന സമയം മുതൽ മാരേജ്, പ്രഗ്നൻസി, ആ സമയം മുതൽ ഓരോ മന്തിലും ഉണ്ടാകുന്ന മെൻസ്ട്രുവൽ സൈക്കിൾ അനുസരിച്ച്, മെനോപോസ് അനുസരിച്ച്, ഇങ്ങനെ ഈ ഓരോ സ്റ്റേജസ് ഇൻ ലൈഫ് ദർ ഇസ് എ ഫ്ലക്ച്വേഷൻ. വേറാസ് മെയിൽ ഹോർമോൺസ്, ബേസിക്കലി ടെസ്റ്റോസ്റ്റെറോൺ, അവരുടെ അഡോളസൻ്റ് ഏജ് കഴിഞ്ഞിട്ട് ഒരു ലെവൽ തന്നെ മുന്നോട്ട് പോയി അബൌട്ട് 50-60 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴേക്ക് പതിയെ മെയിൽ മെനോപോസ് എന്നൊരു ക്ലിനിക്കൽ കണ്ടീഷനുണ്ട്. അങ്ങനെ മെല്ലെ അത് വെയ്ഡ് ഔട്ട് ചെയ്യും. അപ്പോൾ കൂടുതൽ സമയം ഹോർമോണൽ ഇമ്പാക്ട്സ്, പല ടൈപ്പിലുള്ള പ്ലസ് മൈനസ് ഇമ്പാക്ട്സ് വരുന്ന സ്ത്രീകളിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊരു ഫാക്ടർ. 2, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ മരണപ്പെടുന്നത് സ്തനാർബുദം കൊണ്ടാണ്. നാച്ചുറലി തെറ്റിദ്ധരിക്കരുത്, പുരുഷന്മാർക്കും സ്തനാർബുദം വരും. എന്നാൽ സ്ത്രീകളിലെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ആണ് മെയിൻ ഫാക്ടർ ഈസ് ഈസ്ട്രജൻ. അപ്പോൾ സ്ത്രീകളിലെ ക്യാൻസർ ഇൻസിഡൻസ് കൂടിയപ്പോൾ, അതുപോലെ യൂട്രൈൻ സെർവിക്സ് ക്യാൻസർ, അത് വളരെ കോമൺ ആയിട്ട് ഇന്നും നോർത്ത് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഈ 2 കോമൺ ക്യാൻസേഴ്സ് തന്നെ അവരുടെ നമ്പർ ഓഫ് പീപ്പിൾ, അവരുടെ എണ്ണത്തെ കൂട്ടിക്കാണിക്കും. എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണപ്പെടുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലങ് ക്യാൻസർ. പണ്ട് പുകവലിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ലങ് ക്യാൻസർ പറയാറുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. ഈവൻ വിമൻ, ക്യാൻസർ ഇൻ വിമൻ നോൺ സ്മോക്കേഴ്സ്, അത് വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു സംഗതി. അതും ഹോർമോണൽ ഫാക്ടർ അതിനകത്തും ഒരു ജനറ്റിക് ഫാക്ടേഴ്സൊക്കെ അതിനകത്ത് ഒരു കാരണമായിട്ട് കാണുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് ഇന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടുതലായിട്ട് ആക്യുറേറ്റ് ആയിട്ട് വരാനുള്ള കാരണം ഏർലി ഡിറ്റക്ഷൻ, അതല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടൂൾസ് പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇന്ന് വളരെയധികം പുരോഗമനം പ്രാപിച്ച ഒരു ശാഖയായിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നാച്ചുറലി ഡയഗ്നോസിസ് വിൽ ബി മച്ച് മോർ. പലപ്പോഴും പറയാറുണ്ട്, തമാശയ്ക്കെങ്കിലും പറയാറുണ്ട്,
പണ്ടത്തെ സ്ത്രീകൾ പണിയെടുക്കുമായിരുന്നു. ഇന്നത്തെ സ്ത്രീകൾക്ക് വളരെ ഒരു ലേസി മൂഡാണ്. നിങ്ങൾക്ക് എല്ലാം സ്വിച്ച് ഇട്ടാൽ പോരെ, അപ്പോൾ സ്വിച്ച് ഇട്ടാൽ കാര്യങ്ങളെല്ലാം നടക്കും. അതാണ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എല്ലാം തന്നെ വരാനുള്ളൊരു റീസൺ എന്ന് പറയുന്നതിൽ എത്രത്തോളം ഒരു വാസ്തവമുണ്ട്? ശരിക്കും ആ ചോദ്യത്തിന് ആൻസർ ഇല്ലേ? ആ ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരവുണ്ടല്ലോ. നമുക്കിങ്ങനെ വെറുതെ വീട്ടിൽ കുത്തിയിരുന്നുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് പണം കിട്ടുമെങ്കിൽ ഒരു സൈഡ് വെറുതെ കിടന്നുറങ്ങുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഇന്നത്തെ മോഡേൺ ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ ന്യൂ ജനറേഷൻ സ്ത്രീകളുടെയൊക്കെ മനസ്സിലുള്ള ഒരു വലിയൊരു കോൺസെപ്റ്റ് അങ്ങനെയാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് ക്യാൻസർ ഉം. അതൊരു ഇൻസെപ്പറബിൾ കാര്യമാണ്. വേൾഡിലുള്ള എല്ലാ ലിറ്ററേച്ചറും നമ്മൾ നോക്കിയാലും ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ക്യാൻസർ പ്രിവെൻഷൻ്റെ ഒരു ടൂളാണ്. എല്ലാ ദിവസവും മിനിമം ഒരു 30 മിനിറ്റെങ്കിലും നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഒരു ഹെൽത്തിൻ്റെ നോർമൽ കാർഡിയാക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് മാത്രം പ്രിവെൻറ്റ് ചെയ്യാനല്ല, ക്യാൻസർ പ്രിവെൻഷൻ്റെ ഒരു വലിയ റോളാണ്. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ, പുതിയ ലൈഫ് സ്റ്റൈൽ തന്നെ ഇൻക്രീസിങ് ഇൻസിഡൻസ് ഓഫ് ക്യാൻസറിൻ്റെ ഒരു കാരണമാണ്. പക്ഷേ ഇന്ന് ഈ ജോലി തിരക്കുകളുടെയൊക്കെ മധ്യത്തിൽ യൂഷ്വലി കൂടുതൽ പേർക്കും ഇരുന്നിട്ടുള്ള ജോലികളൊക്കെ ആണല്ലോ. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഏത് തരത്തിലുള്ള ജോലിയാണെങ്കിലും ഷുഡ് പ്രാക്ടീസ് ഒരു 30 മിനിറ്റ്സ്, മിനിമം 30 മിനിറ്റ്സ് എക്സസൈസ് എന്നുള്ളതാണ് അല്ലേ? അവിടെയും ചോദ്യത്തിന് ആൻസർ കിടപ്പുണ്ട്. അതായത് ലോകത്തെ എല്ലാ മനുഷ്യർക്കും 24 മണിക്കൂറേ കൊടുത്തിട്ടുള്ളൂ. അത് രാഷ്ട്രതലവന്മാർ മുതൽ താഴേക്ക് ഓരോരുത്തരെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരുടേതായ ജോലിയും പ്രസക്തിയും ഉണ്ട്. 8 മണിക്കൂർ നമ്മൾ ഉറങ്ങണമെങ്കിൽ 8 മണിക്കൂർ ജോലി ചെയ്യണമെങ്കിൽ പിന്നെ ഒരു 8 മണിക്കൂർ കിടപ്പുണ്ട്. 8 മണിക്കൂർ കൂടുതലൊന്നും ആരും ജോലി ചെയ്യാൻ പോകുന്നില്ല. 6 മണിക്കൂർ പോലും ചെയ്യുമെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് 8 മണിക്കൂർ കയ്യിലുണ്ട്. അപ്പോൾ ഈ 8 മണിക്കൂറിനെ എങ്ങനെ ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രസക്തി. അപ്പം നമ്മൾ അതിൽ നിന്ന് 30 മിനിറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും എങ്ങനെയെങ്കിലും കണ്ടെത്താവുന്ന സംഗതിയാണ്. പലപ്പോഴും നമ്മൾ എക്സ്ക്യൂസ് കണ്ടെത്തുന്നത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയാണ്. അത് ഏത് കാര്യത്തിലും. ഇപ്പം എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഇൻ്റഗ്രൽ പാർട്ടാണെന്ന് അറിയാമായിട്ടും അതിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഒരു പൊതുവെയുള്ള. എന്നാൽ ആ സമയത്ത് പോയി നമുക്ക് ഹോട്ടലിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞാൽ എന്തൊരു ആവേശത്തോടെ ആയിരിക്കും കഴിക്കാൻ പോകുന്നത്, അല്ലേ? ഒരു കാര്യം ഞാൻ ഈ കഴിപ്പ് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ, മനുഷ്യനല്ലാതെ ലോകത്തിലെ ഒരു ആനിമലും ഇൻ ദ മമ്മേലിയൻ വേൾഡ് വിശപ്പില്ലാത്തപ്പം കഴിക്കാറില്ല. മനുഷ്യർ മാത്രമേ ഉള്ളൂ വിശപ്പില്ലെങ്കിലും സമയം നോക്കി ആഹാരം കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും ഒരു ഫാക്ടറാണ്. ഓക്കെ ഡോക്ടർ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു വിഭാഗം സ്ത്രീകൾ അങ്ങനെയുണ്ട്. എന്നാൽ വേറെ മറ്റൊരു വിഭാഗം യൂഷ്വലി ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അവർ ഓവർ കോൺഷ്യസ് ആണ് ഈ ഒരു ഹെൽത്ത് മാറ്റേഴ്സിലെല്ലാം തന്നെ. പ്രത്യേകിച്ച് എൻ്റെ ഫാമിലിയിൽ 1-2 പേർക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ക്യാൻസർ ഉണ്ടാകുമോ? അത് പലപ്പോഴും അവർ വളരെ ഹെൽത്തി ആണെങ്കിൽ കൂടെയും ഒരു ഇൽനെസ് ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്യും. ആ സ്ട്രെസ് ലെവൽ അവർക്ക് ചിലപ്പോൾ പല രോഗങ്ങളിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഇതിന് എത്രത്തോളമാണ് ഒരു ഹെറിഡിറ്ററി ഫാക്ടർ എത്രത്തോളം ഉണ്ടെന്നൊന്ന് പറഞ്ഞാൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഓരോരുത്തർക്കും. നമ്മളിപ്പോൾ നോക്കുമ്പോൾ മിക്കവാറും എല്ലാ ക്യാൻസറുകളുടെയും പുറകിലൊരു ജനറ്റിക് ഫാക്ടർ ഉണ്ടെന്നുള്ളതാണ് ആധുനിക വൈദ്യശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ഇപ്പോൾ ഒരു രോഗി, ഒരു ക്യാൻസർ പേഷ്യൻ്റ് നമ്മുടെ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം ടെസ്റ്റ് ചെയ്യാവുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതായത് വൈ ഡിഡ് ദിസ് പേഴ്സൺ ഗെറ്റ് ക്യാൻസർ. പണ്ട് നമുക്ക് പല ക്യാൻസറുകളുടെയും കാരണങ്ങൾ അറിയാൻ പ്രയാസമാണ്. ഇപ്പോൾ നമുക്ക് ജീൻ മാപ്പിങ്ങും ജീൻ പ്രൊഫൈലിംഗ് എല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം കോംപ്രഹെൻസീവ് ജീൻ പ്രൊഫൈലിംഗ് എന്ന് പറയുന്ന ഒരു ശാഖ തന്നെയുണ്ട്. അപ്പോൾ ആ കോംപ്രഹെൻസീവ് ജീൻ പ്രൊഫൈലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ 3000-4000 ജീൻസൊക്കെ അനലൈസ് ചെയ്തിട്ട് എവിടെയാണ് ആ ജനറ്റിക് ഡാമേജ് ഉണ്ടായതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ക്യാൻസറുകൾ ആരംഭിക്കുന്നത് എപ്പോഴും ഒരു ഇൻഫ്ലമേഷനിൽ കൂടെ ആയിരിക്കും. ലോകത്തിലുള്ള എല്ലാ അസുഖങ്ങളും ആരംഭിക്കുന്നത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൽ കൂടെയാണ്. അത് കോവിഡ് വരുന്നതോ ക്യാൻസർ വരുന്നതോ ഹാർട്ട് അറ്റാക്ക് വരുന്നതോ എല്ലാം അങ്ങനെ തന്നെയായിരിക്കും. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നീര്. നമ്മുടെ ധാരണ, ഇപ്പം എൻ്റെ ഫീൽഡല്ലേ പോലും, ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കി മരിച്ചു പോയി. ചുമ്മാതാ, അങ്ങനെയൊന്നും അല്ല. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകണമെങ്കിൽ രക്തക്കുഴലുകൾ അടയണം. രക്തക്കുഴൽ അടയണമെങ്കിൽ ഈ രക്തക്കുഴലുകൾക്കകത്ത് കാലങ്ങൾക്ക് മുമ്പേ ഒരു ട്രോമ, ഒരു ഇഞ്ചുറി, എൻഡോത്തീലിയം അകത്തുള്ള സ്ഥലത്ത് ഉണ്ടാവണം. എവിടെ ഹ്യൂമൻ ബീങ്സിൽ ഇഞ്ചുറി ഉണ്ടായാലും അതിനെ ഹീൽ ചെയ്യിക്കുന്നത്
ഫൈബ്രോസിസും ഉണ്ടായിരിക്കും. അപ്പം ഹാർട്ടിനുള്ളിൽ സംഭവിക്കുന്നത് അവിടെ കാൽഷ്യം വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും, പിന്നെ കൊളസ്ട്രോൾ ക്രിസ്റ്റൽസ് ആഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കാൽഷ്യം കൊളസ്ട്രോൾ ഈ മെക്കാനിസം വന്നിട്ട് എവിടെ ഇഞ്ചുറി ഉണ്ടായോ അവിടെ അതിനെ അടഞ്ഞടഞ്ഞിട്ടാണ് ഒരു ദിവസം രാവിലെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. ഇങ്ങനെ തന്നെയാണ് ക്യാൻസറിൻ്റെ കഥയും. ഏത് ക്യാൻസറുകളും ആരംഭിക്കുന്ന ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസിലാണ്. ഞാൻ ജീൻസിൻ്റെ കാര്യം പറഞ്ഞത്, ഈ ജനറ്റിക് ഡാമേജ് സംഭവിക്കുന്ന ഒരു സെല്ലിനകത്തുള്ള, പണ്ട് നമുക്ക് ജീൻസ് ഒക്കെ പറഞ്ഞ ആൾക്കാർക്ക് അറിയില്ല, ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഒരാളുടെ ക്യാരക്ടർ സ്വഭാവ ഗുണങ്ങൾ എല്ലാം നിശ്ചയിക്കുന്നത് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഈ ജനിതകമായിട്ടുള്ള ഡാമേജിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അറിയാം ഇത് ട്രാൻസ്ഫറബിൾ ആണോ അടുത്ത ജനറേഷനിലേക്ക് അല്ലയോ എന്നുള്ളത്. നല്ല എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ആഞ്ചലിന ജോളി, ഹോളിവുഡ് ഫിലിം ആക്ട്രസിനെ പറ്റി. അവരുടെ ഫാമിലിയിൽ അവരുടെ മദറിന് BRCA1 BRCA2 ജീൻ, അത് ബ്രാക്ക ജീൻ എന്ന് പറയുന്ന ജീൻ അബ്നോർമാലിറ്റി വരികയും അവർക്ക് ഒവേറിയൻ ക്യാൻസർ വരികയും ചെയ്തപ്പോൾ അഞ്ചലിന ജോളി എന്ന് പറയുന്ന ഹോളിവുഡ് ആക്ട്രസ്, ബ്രാഡ് പിറ്റിൻ്റെ പഴയ വൈഫ്, അവരുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതേ സംഗതി കൊണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടപ്പോഴാണ് അവരുടെ ഫാമിലി കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഷീ അണ്ടർവെൻ ഡബിൾ മാസ്റ്റക്ടമി എന്ന് പറഞ്ഞാൽ 2 സൈഡിലെയും ബ്രസ്റ്റ് അവർ സർജിക്കലി മാറ്റി റീകൺസ്ട്രക്ഷൻ ചെയ്ത് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തിട്ട് അവർ ജീവിക്കുന്നതിന് കാരണം. അടുത്ത വർഷം വീണ്ടും അവരുടെ തീരുമാനമായിരുന്നു ഇതേ ജീൻ തന്നെ ഒവേറിയൻ ക്യാൻസർ ഉണ്ടാക്കും. അപ്പം പ്രോഫിലാക്റ്റിക്കലി ഓവറി മാറ്റുന്ന സർജറി. അപ്പോൾ ഷീസ് പ്രൊട്ടക്റ്റഡ് ബിക്കോസ് she analyzed and found out in her body that this genetic damage is there. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ മറുവശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10-15% ഓഫ് പല ക്യാൻസേഴ്സും ജനറ്റിക്കലി ഡിറ്റർമിൻഡ്, അതായത് ട്രാൻസ്ഫറബിൾ ആണ്. മറ്റതിനെ പറയുന്നത് നമ്മൾ സ്പൊറാഡിക് ക്യാൻസേഴ്സ് എന്നാണ്. അതായത് അവരുടെ ഫാമിലിയിലൊന്നും ആർക്കും ഒരിക്കലും ഈ ക്യാൻസർ ഉണ്ടായി കാണത്തില്ല, പെട്ടെന്ന് ഒരാൾക്ക് മാത്രം വരുന്നു. അപ്പോൾ ഇത് സ്പൊറാഡിക് ആണോ ജനറ്റിക് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള പല വഴികളും ഇന്നുണ്ട്. ഇത് നമ്പർ 1. നമ്പർ 2, അഥവാ ജനറ്റിക്കലി ഉള്ള ഡീറേഞ്ച്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ആ വ്യക്തിക്ക് ക്യാൻസർ വരണമെന്ന് നിർബന്ധമില്ല. കാരണം ക്യാൻസർ എന്ന് പറയുന്ന ഒരു മൾട്ടി പ്രോസസ് ആയിട്ടുള്ളൊരു അസുഖമാണ്, അല്ലെങ്കിൽ മൾട്ടി ഫാക്ടോറിയലാണത്. എന്ന് വെച്ചാൽ പല ഫാക്ടേഴ്സിൻ്റെ ആകത്തുക ഇതെല്ലാം കൂടെ കറക്റ്റായിട്ട് മേർജ് ചെയ്തെങ്കിൽ മാത്രമേ ആളിന് ക്യാൻസർ വരുള്ളൂ. അല്ലാതെ എൻ്റെ ഫാമിലിയിൽ 1-2 പേർക്കുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് നിർബന്ധമല്ല. പക്ഷേ അറിഞ്ഞിരിക്കുന്നതിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സ്ക്രീനിങ് പ്രോഗ്രാം, അവരെ നേരത്തെ അവർക്ക് വേണ്ടതായിട്ടുള്ള പരിശോധനകളൊക്കെ നമുക്ക് ചെയ്യിപ്പിച്ച് അവർക്ക് ഇഫ് ദേ ആർ മെൻ്റലി സ്ട്രോങ് ദേ ക്യാൻ ബി കെപ്റ്റ് ഓൺ ഒബ്സർവേഷൻ. എല്ലാവർക്കും ഒന്നും ക്യാൻസർ വരണം നിർബന്ധമല്ല. ഇതിന് നല്ല കോട്ട് ഞാൻ ബൈബിളിൽ നിന്ന് പറയാം, അതായിരിക്കും ഇച്ചിരി സുഖം കേൾക്കാൻ. വിതയ്ക്കുന്നവൻ വിതച്ചു, ചിലത് നല്ല നിലത്ത് വീണു, അത് മറ്റ് ചിലത് മോശമായ വെളിപ്രദേശത്ത് വീണു, ചിലതിനെ പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയി, ചിലത് പാറക്കൂട്ടങ്ങൾക്കിടയിലായിപ്പോയി, മറ്റു ചിലത് മുള്ളും ഞെരിഞ്ഞിലും വന്ന് ഞെരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞൊരു ബൈബിൾ വാചകമുണ്ട്. അതിൻ്റെ മറുവശം മെഡിക്കലി സ്പീക്കിംഗ്, ഒരാൾക്ക് ക്യാൻസർ ഉണ്ടാവണമെങ്കിൽ ഒരു ഫെർട്ടൈലായിട്ടുള്ളൊരു ബോഡി ഉണ്ടായിരിക്കണം. ഈ ക്യാൻസർ കോശങ്ങൾ വി കോൾ ഇറ്റ് കാർസിനോജൻസ്. ഇത് അഫക്റ്റഡായി വരുവാണെങ്കിൽ ഇതിന് വളരാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരിക്കണം. 2, ഹ്യൂമൻ ബോഡിയിൽ ദൈവം വളരെ അത്ഭുതകരമായിട്ടുള്ള പല മെക്കാനിസവും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബോഡി കില്ലർ സെൽസ് ഉണ്ട്, അതാണ് ഈ പക്ഷികൾ വന്ന് കൊത്തിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇട്ട വിത്ത് അത് കണ്ടുപിടിക്കുവാനും അത് ഡെലിറ്റീരിയസ് ആണ്, ഹാംഫുൾ ആണെന്ന് മനസ്സിലാക്കിയാൽ ശരീരത്തിനകത്തുള്ള ഡിഫൻസ് മെക്കാനിസം ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ എവിടെയോ ഓരോരുത്തർ ഡാമേജ് ഉണ്ടായിട്ടുണ്ടെന്ന് അത് കണ്ടുപിടിച്ചിട്ട് പോലീസ്മെൻ ഓഫ് ദ ഹ്യൂമൻ ബോഡി, അതാണ് T സെൽസ് എന്ന് പറയും. ഈ കില്ലർ സെൽസ് പോയിട്ട് അതിനെ ഫാഗോസൈറ്റോസ് അതിനെ തിന്നു കളയും. അപ്പോൾ അതില്ലാതാവും. ഈ മുള്ളും ഞെരിഞ്ഞിലും എന്നൊക്കെ പറയുന്ന സംഗതിയുടെ സ്ഥാനത്ത് ഇമ്മ്യൂൺ മെക്കാനിസം, നമ്മുടെ ബോഡിയിലുള്ള ഇമ്മ്യൂൺ മെക്കാനിസം, ഡിഫൻസ് മെക്കാനിസം പല രീതിയിൽ ആക്ട് ചെയ്തിട്ട് ഈ സെൽസിനെയൊക്കെ ഡിസ്ട്രോയ്. അങ്ങനെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സിറ്റുവേഷനിൽ വളവും വെള്ളവും കിട്ടി നെൽച്ചെടി വളരുന്ന പോലെ എല്ലാ സാഹചര്യവും ഹോർമോണൽ ഇമ്പാക്റ്റും അതിൻ്റെ ന്യൂട്രീഷനും എല്ലാ സംഗതിയും ബ്ലഡ് വെസൽ സപ്ലൈ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു ക്യാൻസറായിട്ട് വളരുള്ളൂ. അത് ഒരു ദിവസം കൊണ്ട് വരില്ല, വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണം ഒരു ക്യാൻസർ ഉണ്ടായി വരാൻ. അപ്പോൾ നമ്മൾ ആരോഗ്യം ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും മോണിറ്റർ ചെയ്താൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കൃത്യമായിട്ടത് നമുക്ക് വെരിഫൈ ചെയ്യാനും അതിന് ഒരു ഏർലി സ്റ്റേജിൽ തന്നെ ഇൻ്റർവെൻഷൻ എടുക്കാനും പറ്റും. ഇനി സ്ത്രീകളുടെ ക്യാൻസറെ പറ്റി ചോദ്യമായിരുന്നതുകൊണ്ട് ഹെഡ് ടു ഫുഡ് നോക്കിക്കഴിഞ്ഞാൽ, ഉദാഹരണം തൈറോയിഡ് ക്യാൻസർ വെരി കോമൺ ഇൻ ഫീമെയിൽസ്, ബ്രസ്റ്റ് ക്യാൻസർ വെരി കോമൺ ഇൻ ഫീമെയിൽസ്, ലങ് ക്യാൻസർ ഇപ്പോൾ
common in females. Ovarian cancer, number second killer of the women. Yes. Ovarian cancer, very common. Uterine cancer, Cancers. endometrial cancer in females, very common. Uterine cervix cancer, ഒരു ചെറിയൊരു അവയവത്തിൽ തന്നെ 2 വ്യത്യസ്തമായ ഭാഗങ്ങളാണ് യൂട്രൈൻ സെർവിക്സും യൂട്രൈൻ ബോഡിയും. ഇത് രണ്ടിലും ഉണ്ടാകുന്ന ക്യാൻസേഴ്സ് Cancers. വ്യത്യാസമുണ്ട്. ഇനി റെയറസ്റ്റ് ആൻഡ് മോസ്റ്റ് മലിഗ്നൻറ്റ് ക്യാൻസർ ഫെലോപ്പിയൻ ട്യൂബ് ക്യാൻസർ, ആ ട്യൂബിൽ മാത്രം വരുന്നത്. വജൈനൽ ക്യാൻസേഴ്സ് കോമൺ ആണ്. വൾവൽ ക്യാൻസേഴ്സ് കോമൺ ആണ്. ഈവൻ ക്ലൈറ്റോറിയൽ ക്യാൻസർ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഉള്ള ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമാസ്, ഇങ്ങനെ പല ക്യാൻസേഴ്സും ഫീമെയിൽസിൽ മാത്രമായിട്ട് വരുന്നതോ കൂടുതൽ ഇൻസിഡൻസ് കാണപ്പെടുന്നതായിട്ടുള്ള സംഗതികളുണ്ട്. എന്തിന്? ലിവർ ക്യാൻസർ, Yes. ഫാറ്റി ലിവർ ആൻഡ് ലിവർ ക്യാൻസർ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയി മാറിക്കൊണ്ടിരിക്കുക. അത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, പറ്റില്ല. അത് വന്നിട്ട് ക്യാൻസർ വരുന്ന സംഗതിയുണ്ട്. അപ്പോൾ ഇൻസിഡൻസ് ഓഫ് ക്യാൻസർ എമംഗ് വിമൻ ഈസ് ഓൺ ദ റൈസ്, അത് അറിഞ്ഞിരിക്കണം. ഓക്കെ. ആ. ഈ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ സെർവിക്കൽ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസേഴ്സ്, ഈ കോൺട്രാസെപ്റ്റീവ്സ് ഇപ്പോൾ ഇപ്പോഴത്തെ കപ്പിൾസിന് എല്ലാവർക്കും ആഗ്രഹം അവർക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് പ്ലാൻ ചെയ്ത് തന്നെ കുട്ടികൾ മതി എന്നാണ്. അപ്പോൾ യൂസ് ചെയ്യുന്ന ഈ കോൺട്രാസെപ്റ്റീവ്സ് എത്രത്തോളം അത് ക്യാൻസറസ് ആയി മാറാറുണ്ട്? There are different types of contraceptives. അത് കോണ്ടം പോലെയുള്ള കോൺട്രാസെപ്റ്റീവ്സ് മുതൽ ഡ്രഗ്സ്, മരുന്നുകൾ, മോർണിംഗ് ആഫ്റ്റർ പിൽ എന്നൊക്കെ പറയുന്ന ഹോർമോൺ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് പിൽസ്, ലോങ് ടേം യൂസേജ് ഓഫ് കോൺട്രാസെപ്റ്റീവ് പിൽസ്, ഇതെല്ലാം ഉണ്ട്. സിംഗിൾ, ഇപ്പോൾ ഈസ്ട്രജൻ മാത്രമുള്ള കോൺട്രാസെപ്റ്റീവ് പില്ലുണ്ട്, ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷനുള്ള പിൽസ് ഉണ്ട്. നാച്ചുറലായിട്ട് നടക്കുന്ന കാര്യങ്ങളെ ഒബ്സ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി ആർട്ടിഫിഷ്യലായിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പം ബോഡി സിസ്റ്റം മെക്കാനിസം വിൽ ചേഞ്ച്. സോ ഈ കോൺട്രാസെപ്റ്റീവ് പിൽസിന് ബ്രസ്റ്റ് ക്യാൻസറും അതേപോലെ യൂട്രൈൻ ക്യാൻസർ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് പഠനങ്ങളൊക്കെ അത് വൺസ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണോ അതൊരു ലോങ് റൺ പീരീഡിലേക്ക്? അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സും ക്യാൻസർ ഉണ്ടാക്കുന്ന അല്ല, പ്രത്യേകിച്ച് പിൽസ് പോലുള്ളതാണ് നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് പ്രശ്നങ്ങളായി വരാൻ സാധ്യതയുള്ളൂ. അതുപോലെയാണ് ഡോക്ടർ, ഇപ്പോൾ സ്ത്രീകൾ കൂടുതലും എല്ലാവരും പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, അതുപോലെ മേക്കപ്പ്, ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മളുടെ ഈ കോസ്മെറ്റിക് യൂസേജസ് ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുന്നു. ഇതിന് ഉത്തരം ഞാൻ പറയുകയാണെങ്കിൽ പലർക്കും സങ്കടം ഉണ്ടാവും. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. ലിപ്സ്റ്റിക്ക് മുതൽ, അപ്പോൾ പലരും ചുണ്ടലൊക്കെ തപ്പി നോക്കും, ലിപ്സ്റ്റിക്ക് മുതൽ ഉപയോഗിക്കപ്പെടുന്ന പല കോസ്മെറ്റിക് മെറ്റീരിയലുകളിലും പല റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉൾപ്പെടെ ഉള്ള പെയിൻറ്റിൻ്റെയൊക്കെ അംശങ്ങളിനകത്തെല്ലാം വരുന്നതാണ്, ഉള്ള ടോക്സിക് മെറ്റീരിയൽസ് ഉണ്ട്. ഇതൊന്ന്. രണ്ട്, ഇവിടുത്തെ വിഷയം ഈ സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾക്ക് ഉപരിയായിട്ട് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ഡേഞ്ചർ എന്ന് പറയുന്ന ടാറ്റൂയിങ് ആണ്. ഇപ്പോഴത്തെ ഫാഷനാണ് ടാറ്റൂയിങ്. ടാറ്റൂയിങ്ങിലുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ബ്ലാക്ക് ടാറ്റൂയിങ് ആയിരുന്നു, ഇന്ന് കളർഫുൾ ടാറ്റൂയിങ് ആയിട്ട് മാറി. ബൈബിളിലല്ലാതെ ഒരു വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ടാറ്റൂയിങ്ങിനെ പറ്റി പറഞ്ഞിട്ടില്ല. മെയ് മേൽ പച്ച കുത്തരുതെന്ന് എഴുതിയേക്കുന്ന വാക്യം അത് ബൈബിളിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ആ പുരാതന കാലഘട്ടം മുതൽ ഈ ടാറ്റൂയിങ് എന്ന് പറയുന്നത് ഒരു കോമൺ എൻറ്റിറ്റിയായിരുന്നു. എവിടെയാണ് പ്രശ്നം വരുന്നത്? നമ്മുടെ ബോഡിയിൽ, സ്കിന്നിൽ എന്ത് ഇഞ്ചുറി ചെയ്താലും ആദ്യം അത് എത്തപ്പെടുന്നത് നമ്മുടെ കഴലകളിലാണ്. ഇപ്പം കയ്യിൽ പച്ച കുത്തിക്കഴിഞ്ഞാൽ ആക്സില്ല, കക്ഷത്തിനകത്തുള്ള ലിംഫ് നോട്ട്സിനകത്ത് ആക്ഷൻ വരുന്നത്. കാലയിൽ പച്ച കുത്തിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ലിംഫ് നോട്ട്സിൽ പ്രശ്നം വരും. വയറുഭാഗത്ത് പച്ച കുത്തിക്കഴിഞ്ഞാൽ അത് ഡ്രെയിൻ ചെയ്യുന്ന ലിംഫ് നോട്ട്സിലോട്ടാണ് ഈ ഡൈ ആദ്യം ചെന്ന് കയറുന്നത്. ഇതൊരു ഡൈ ആണ്, ആർട്ടിഫിഷ്യൽ സിന്തറ്റിക് ഡൈ ആണ്. ഇത് എത്തിക്കഴിഞ്ഞാൽ ലിംഫ് നോട്ട്സിനുള്ളിൽ ഇതിന് മലിഗ്നൻറ്റ് ചേഞ്ചസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ ഉള്ള എല്ലാ സയൻറ്റിഫിക് ഡേറ്റയും പറയുന്നത് 20% ഓഫ് ലിംഫോമാസ്, അത് ലിംഫ് നോട്ട്സിലുണ്ടാകുന്ന ക്യാൻസേഴ്സ് ആർ കോമൺ ഇൻ ടാറ്റു അപ്ലൈ ചെയ്ത ആൾക്കാരിലാണ്. രണ്ട്, നമുക്കറിയാം ഈ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ സൗത്ത് ആഫ്രിക്ക രാജ്യങ്ങളിലൊക്കെ സ്കിൻ ക്യാൻസേഴ്സ് ഭയങ്കരമായി, മെലനോമ, റോഡൻ്റ് അൾസർ, ഇങ്ങനെ പലതരത്തിലുള്ള ഉണ്ട്. ടാറ്റൂഡ് ഏരിയകളിൽ ഉണ്ടാകുന്ന മെലനോമാസ്, അതൊരു ബ്ലാക്ക് പിഗ്മെൻ്റ് ആണ്, വളരെ കോമൺ ആണ്. ആ രാജ്യങ്ങളിലൊക്കെ ഈ ടാറ്റൂസിൻ്റെ അടിയിൽ പോലും ക്യാൻസേഴ്സ് ഉണ്ടായി വരും. അപ്പം അതിനർത്ഥം ഇറ്റ് ഈസ് നോട്ട് എ നോർമൽ. അതൊരു കോസ്മെറ്റിക്കലി വളരെ അപ്രൂവ്ഡ് ആയിട്ട് ഒരു സംഗതിയാണിപ്പോൾ. ശരീരത്തിൽ ഒരു ഇഞ്ച് പോലും ബാക്കിയില്ലാതെ ടാറ്റു ചെയ്യുന്ന ആൾക്കാരുണ്ട്.
അപ്പോൾ അതൊരു ട്രെൻഡിങ് ആണല്ലോ. അതൊരു വലിയ വിഷയമാണ് ഇന്നത്തെ മോഡേൺ സൊസൈറ്റിയിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഒരു വലിയൊരു കാര്യമാണത്, ക്യാൻസറിനെ തടയാൻ വേണ്ടിയുള്ളത്. തീർച്ചയായിട്ടും. ഡോക്ടർ പലപ്പോഴും ഇങ്ങനെ ഒരു പറഞ്ഞു കേൾക്കാറുണ്ട്. ഒരിക്കൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ എന്തോർക്ക് ലൈഫെല്ലാം നഷ്ടമായി പോയ പോലെ, അതായത് ഇനി കുട്ടികളുണ്ടാകുമോ, അല്ലെങ്കിൽ ഇനി എനിക്കൊരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ, എനിക്ക് പഴയ പോലെ വർക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഒരിക്കൽ ക്യാൻസർ വന്ന് റിക്കവറായ വ്യക്തികൾക്ക് ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. സാമൂഹികമായ എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പണ്ട് കാലത്തുണ്ടായിരുന്ന ചികിത്സാ രീതികളോ പണ്ട് നമ്മളൊരു രോഗിയെ അപ്രോച്ച് ചെയ്യുന്ന മെത്തേഡോ അല്ല ആധുനിക യുഗത്തിലെ ഒരു ബാലൻസ്ഡായിട്ട് ക്യാൻസർ ചികിത്സ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർ എപ്പോഴും അതിനെ കാണുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ആംഗിളിലായിരിക്കും. കാരണം പണ്ട് തുലവും മരുന്നുകളുടെ അവൈലബിലിറ്റി ഇല്ലാത്ത കാലത്ത് നമ്മൾ ട്രീറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഔട്ട്ലുക്കോ അല്ലെങ്കിൽ 5 ഇയർ സർവൈവൽ റേറ്റോ അല്ല ഇപ്പോൾ കാണുന്നത്. പണ്ട് 30% സ്ത്രീകളെപ്പോലും നമുക്കൊരു സ്ഥാനാർബുദം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ ഇന്ന് 90% കൂടുതൽ ആൾക്കാരെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ ഒരു അസുഖത്തിൽ നിന്ന് അപ്പോൾ മാത്രം മാറ്റുന്ന സംഗതിയല്ല, അവർക്ക് ലോങ് ടേം ബെനിഫിറ്റ് കിട്ടുന്നു. എനിക്ക് 30 വർഷം മുമ്പ് ഞാൻ ഓപ്പറേറ്റ് ചെയ്ത പേഷ്യൻസ് എന്നെ ഫോളോ അപ്പിൽ കാണാൻ വരാറുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന സന്തോഷം മനസ്സിലാക്കുക എൻ്റെ എന്താ. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ക്യാൻസർ ചികിത്സ എന്ന് പറയുന്നത് ഒരു അസുഖം വന്നു, അസുഖത്തെ മാറ്റി അല്ലെങ്കിൽ മുറിച്ച് കളഞ്ഞു പോയി എന്നുള്ള സംഗതിക്ക് ഉപരിയായിട്ട് വി കൺസിഡർ ദ പേഴ്സൺ ആസ് എ ഹ്യൂമൻ ബീയിങ്. അപ്പം മനസ്സ്, ശരീരം, ആത്മാവ്, ഇമോഷൻസ് ഇതെല്ലാം ഉള്ളൊരു വ്യക്തിയാണത്. ആൾക്ക് ക്യാൻസർ വന്നുള്ളേ ഉള്ളൂ. അപ്പം നമ്മൾ ക്യാൻസർ വന്ന രോഗികളെ ഇന്ന് കാണുന്നത് പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുക എന്ന് പറയുന്ന സെയിം കൺസെപ്റ്റിലാണ്. അസുഖം മാറണം, അവർക്കൊരു റിയൽ നോർമൽ ലൈഫ് കൊടുക്കണം. അപ്പം ഫിസിക്കലി, മെൻ്റലി, അപ്പിയറൻസ് വൈസ്, സെക്ഷുവൽ അപ്പീൽ വൈസ് ഒക്കെ അവർക്ക് സൗന്ദര്യം തിരിച്ചു കൊടുക്കുകയും അതേസമയം ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ആക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇന്ന് ലോകത്തിൽ ഉള്ള ഏറ്റവും ബെസ്റ്റായുള്ള ട്രീറ്റ്മെൻറ്റ്. മീൻസ് റീഹാബിലിറ്റേഷൻ ഇൻ പ്രോപ്പർ വേ, സോഷ്യലി, ഇമോഷണലി, ഫങ്ഷണലി, അവരുടെ ജോലി സ്ഥലങ്ങളിൽ, ഓക്കുപ്പേഷനലി ഒക്കെ നമ്മൾ പുതിയൊരു ജീവിതം കൊടുക്കുന്ന സംഗതിയാണ്. ഇനിയും ഫാമിലി, പല ക്യാൻസേഴ്സ് വന്ന ആൾക്കാർക്കും ഇപ്പോൾ ലിംഫോമ, ചൈൽഡ്ഹുഡ് ലിംഫോമ, അവർക്കൊക്കെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. ലുക്കീമിയ വന്ന ആൾക്കാർക്കൊക്കെ ഫാമിലി മക്കളുണ്ട്. തൈറോയ്ഡ് ക്യാൻസർ, എൻ്റെ എത്രയോ തൈറോയ്ഡ് ക്യാൻസർ പേഷ്യൻസ്, ദേ ആർ ഓൾ ഹാവിങ് ഫാമിലി. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് മക്കളുള്ള ഒരു പ്രശ്നമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോഴും സമൂഹത്തിലൊരു സ്റ്റിഗ്മ ഉണ്ട്, ഒരിക്കൽ ക്യാൻസർ വന്ന ആളെ വിവാഹം കഴിക്കുന്നതിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള വിഷയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ ജനറ്റിക് പ്രൊഫൈലിംഗ് എന്ന് പറയുന്ന സംഗതി എപ്പോഴും ചെയ്തിട്ട് സേഫ് ആണോ അല്ലയോ നമ്മൾ നോക്കിയിട്ടാണ് അതിന് സജഷൻസ് ഡോക്ടർമാർ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് ലോകാവസാനമാണെന്ന് ചിന്തിക്കേണ്ട സംഗതി ഇന്നില്ല. കാരണം ഇന്ന് സർവൈവേഴ്സിൻ്റെ എണ്ണമാണ് ഇന്ന് കൂടി വരുന്നത്. അപ്പം കറക്റ്റായിട്ടുള്ള ചികിത്സ, കറക്റ്റായിട്ടുള്ള സമയത്തുള്ള ഡയഗ്നോസിസ്, പേഷ്യൻസിൻ്റെ സൈഡിൽ നിന്നും വ്യക്തികളുടെ സൈഡിൽ നിന്നും ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ ആവശ്യമാണ്. ഒരു പ്രശ്നം വന്നാൽ അതിനെ മൂടി വെക്കുന്നതാണ് 90% സ്ത്രീകളും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വജൈനൽ ഡിസ്ചാർജ് വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റി വെച്ചിട്ട് പിന്നെ നോക്കാം. ഒരു സർവീസ് ക്യാൻസറിൻ്റെ ലക്ഷണമാണ്. ഒരു അൺകോമൺ യൂട്രൈൻ ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് ഇൻ്റർമെൻസ്ട്രൽ ബ്ലീഡിങ് ഉണ്ടായാൽ അവരെ ഡോക്ടർമാരെ കാണാനൊന്നും പോകാറില്ല. ഇതേപോലെ തന്നെ സ്ഥാനത്തിലൊരു തടിപ്പുണ്ടായി കഴിഞ്ഞാൽ അത് സാരമില്ല എന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റു ചിലർ ഈ ഫിസിക്കൽ എയിൽമെൻറ്റ്സിനെ അവരുടെ ഫാമിലി ഇഷ്യൂസുമായിട്ട് കമ്പയർ ചെയ്യും. എൻ്റെ മകളുടെ വിവാഹം വരുന്നു, കുറച്ച് കഴിയട്ടെ, അല്ലെ എൻ്റെ മകൻ്റെ കൊച്ചിൻ്റെ ചോറൂണ് വരുന്നു, കുറേ കഴിയട്ടെ, അല്ലെ എൻ്റെ വീട്ടിലെ അടുത്തൊരാളിൻ്റെ കൊച്ചിൻ്റെ പരീക്ഷ വരുന്നു. അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യുമ്പോൾ ക്യാൻസറിന് അറിയത്തില്ലല്ലോ നിങ്ങളുടെ വീട്ടിൽ ഈ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നോ, അല്ല ഈ സംഭവങ്ങളുണ്ടെന്നോ ക്യാൻസറിന് അറിയില്ല. അതിനാകെ അറിയാവുന്നത് അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, പ്രോഗ്രഷൻ, അതെങ്ങനെ വലുതാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ടൈമിലി ഇൻ്റർവെൻഷൻ, ടൈമിലി കെയർ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലോ കാണാത്തൊരു വലിയൊരു കാര്യമാണ് ഈ ഹെൽത്ത് ചെക്കപ്പ്. എപ്പോഴും ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന ആൾക്കാർ, സ്ത്രീകളോ പുരുഷന്മാരോ ആരും ആയിക്കോട്ടെ, മനസ്സിലാക്കേണ്ടത് ഒരു പ്രോപ്പർ ഹെൽത്ത് ചെക്കപ്പ്, എസ്പെഷ്യലി 40 വയസ്സെന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഒരു കട്ട് ഓഫ് പോയിൻ്റാണ്. ഈ 40 ഇയേഴ്സിൽ പല അസുഖങ്ങളും, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ഒക്കെ ആരംഭിക്കുന്നത് 40 ഇയേഴ്സിലാണ്. ഇതുപോലെ തന്നെ തൈറോയ്ഡ് ക്യാൻസേഴ്സ്, പല സംഗതികളും 40 ഇയേഴ്സ്, ബ്രസ്റ്റ് ക്യാൻസർ. ഇപ്പോൾ നമ്മളൊരു ഹിസ്റ്ററി എടുത്താൽ 40 ഇയേഴ്സിനുള്ളിൽ പ്രശ്നങ്ങൾ വരുന്ന ഒരുപാട് പേരാണ്. അപ്പോൾ അത് ആ ഏജ് എന്ന് പറയുന്നത് ഈവൻ ഫോർ മെൻ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒക്കെ 40 ഇയേഴ്സ് എന്ന് പറയുന്ന കട്ട് ഓഫ് പോയിൻ്റ്. ഇതിന് മുകളിൽ വരെ ആലോചിച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി നമുക്ക് ഈ 40 ഇയേഴ്സ് മുതൽ എത്ര നാൾ നമ്മുടെ വാഹനം മൗണ്ടൻ ടോപ്പിൽ കൂടെ ഓടിക്കാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കുക. കാര്യം
40 ഇയേഴ്സ് വരെ യു ആർ അസെൻഡിങ് ഓൺ ടു ദ മൗണ്ടൻ. ആ മൗണ്ടൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്ലാറ്റോ. എത്ര കിലോമീറ്റർ ഓടിക്കാൻ പറ്റും, എത്ര വരെ ഓടിക്കാൻ പറ്റും. ഈ മുകളിൽ പോയ വാഹനം എന്തായാലും താഴോട്ട് തന്നെ വരും. അപ്പം താഴോട്ട് വരുന്ന എത്ര നാൾ കഴിഞ്ഞ് വേണം തീരുമാനിക്കേണ്ട ഓരോ വ്യക്തികളുമാണ്. അവിടെയാണ് ആദ്യം ചോദ്യം ഫിസിക്കൽ ആക്ടിവിറ്റി ആവശ്യമുണ്ടോ എന്നുള്ളത്. ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ക്യാൻസർ പ്രിവെൻഷൻ്റെ, ഇപ്പോൾ കീമോതെറാപ്പി എടുക്കുന്നവർ, റേഡിയേഷൻ അടിക്കുന്നവർ ഒക്കെ ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നവരുടെ സർവൈവൽ റേറ്റ് കൂടുതലാണ്. ഇതെല്ലാം മെഡിക്കൽ പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ മാറ്റി ചിന്തിച്ചെങ്കിൽ മാത്രമേ ഈ ക്യാൻസർ ഇൻ വിമൻ എന്ന് പറയുന്നത് നമുക്കൊരു പരിഹാരം കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് അങ്ങനെ തന്നെ കൺക്ലൂഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഡോക്ടർ. ഒരു ടിപ്സ് എന്നുള്ളൊരു നിലയിൽ സ്ത്രീകൾ എന്തൊക്കെ കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒത്തിരി ക്യാൻസറിൽ നിന്ന് മാറി നിൽക്കാം എന്നുള്ളത് ഒറ്റ വാചകമേ ഉള്ളൂ: റെസ്പെക്ട് യുവർ ബോഡി. യെസ്. Consider your body as a temple or a whatever religious place. That you have to have responsibility of looking after you to look after the family. കാരണം in family woman is the fulcrum of the family. ഒരു കുടുംബനാഥ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അമ്മ സിക്കായി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള മുഴുവൻ കാര്യങ്ങളും ഇപ്പോഴത്തെ കൾച്ചർ അനുസരിച്ച്, ട്രഡീഷൻ അനുസരിച്ച് മുഴുവൻ താറുമാറാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ത്രീകളും അവരവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഈ ഹെൽത്ത് ചെക്കപ്പിനെ കണ്ടെത്തണം. എന്ത് അബ്നോർമലായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാലും മിനിമം ഒരു സിമ്പിൾ ഹെൽത്ത് ചെക്കപ്പെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. കാരണം ഒരിക്കലും ഒരു വിദഗ്ധനായ ഡോക്ടർക്ക് ആളുകളുടെ വീട്ടിൽ പോയി അവർക്ക് അസുഖമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആധുനിക യുഗത്തിൻ്റെ പ്രഷേഴ്സ് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഹെൽത്ത് ചെക്കപ്പ്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. ഇത് കേട്ടുകൊണ്ടിരുന്ന സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സെഷനാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങൾ കേട്ട കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.